രാവിലെ തന്നെ ആദിലയും നൂറയും അനുമോൾക്കെതിരെ ഗെയിം കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ ഷാനവാസിനെതിരെയായിരുന്നു. ഇപ്പം ഷാനവാസിനോട് ഒരല്പം അയവുണ്ട്. എങ്കിലും ഷാനവാസിനോടും അനുമോളോടും നല്ല കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. അതായത് രാവിലെ തന്നെ നൂറ പറയുന്നുണ്ട്, എനിക്ക് അനുമോൾ ഇടുന്ന ചായ വേണ്ട, അവളുടെ ചായ കൊള്ളത്തില്ല, കടുപ്പമില്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ കിച്ചൺ ക്യാപ്റ്റനായ ഷാനവാസ് പറയുന്നുണ്ട്, എങ്കിൽ നൂറ ചായ ഇട്ടോളാൻ. അതും പ്രകാരം നൂറ ചായ ഇട്ട് എല്ലാവർക്കും ഈക്വലി വീതിച്ചു കൊടുക്കുന്നു. അനുമോൾക്ക് ചായ കൊടുക്കുമ്പോൾ അനുമോൾ ആ ചായ കുടിക്കുന്നില്ല. ഷാനവാസിനും അനീഷിനും ഈക്വലി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് വലിയ പ്രശ്നമാക്കുന്നുണ്ട് നൂറയ്ക്ക് ചായ കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ നൂറ പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട്, ഷാനവാസ് ഇപ്പോൾ അനുമോളുടെ ആളല്ലേ, അനുമോൾ പറയുന്നതല്ലേ കേൾക്കൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഷാനവാസിനെ അനുമോളെയും ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. അതുമാത്രമല്ല, രാവിലെ പല കാര്യങ്ങളും മൈക്കിടാഞ്ഞതിനെ തുടർന്നും ബാത്റൂമിൽ അനുമോളുടെ ഡ്രസ്സ് കളഞ്ഞ ആ വിഷയത്തിലും ഇപ്പം ചായയുടെ വിഷയത്തിലും അനുമോൾക്കെതിരെയാണ് ഗെയിം കളിക്കുന്നത്. അത് മിക്കവാറും രണ്ടുപേരും കൂടിയുള്ള പ്ലാനാണോ എന്നറിയത്തില്ല. കാരണം 3 പേരും കൂടി ഗ്രൂപ്പ് ഗെയിം കളിക്കുന്നു എന്നുള്ള രൂപത്തിൽ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞിരുന്നില്ലേ, അതായത് ഡ്രസ്സിംഗ് റൂമിൽ 3 പേരും കൂടി കയറി. അപ്പോൾ തങ്ങൾ 3 ആളും ഒരു ഗ്രൂപ്പ് ഗെയിം കളിക്കുമല്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണോ ഇപ്പോൾ അനുമോളെ ഒഴിവാക്കുന്നതെന്ന് അറിയത്തില്ല. അതെന്തായാലും ഇവർക്ക് ദോഷമേ ചെയ്യൂ. കാരണം അനുമോൾ ഈ ആഴ്ച എവിക്ഷനിലില്ല, എന്നാൽ നൂറയുണ്ട്, ആദിലയില്ല. അപ്പം നൂറയ്ക്ക് അനുമോൾ ഫാൻസ് വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അനുമോളെ ഇങ്ങനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അനുമോൾ ഫാൻസ് മറ്റാർക്കെങ്കിലും വോട്ട് കൊടുക്കും. പക്ഷേ അനുമോളും കൂടി എവിക്ഷനിലുള്ള എപ്പിസോഡിലാണ് അവരുമായിട്ട് തെറ്റുപിരിയുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അനുമോൾ ഫാൻസ് അനുമോൾക്ക് മാത്രം വോട്ട് കൊടുക്കും. ഇവർക്ക് അത്രയ്ക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ കാണിക്കുന്നത് ചെറിയൊരു മണ്ടത്തരമാണെന്നേ പറയാൻ പറ്റൂ.